വലിയ പ്രശ്നങ്ങളില്ല. നമ്മുടെ ഗോൾഡ് ഫിഷ് കണ്ടോ, ഈ 4 കാണുന്നത് ഗോൾഡ് ഫിഷ് ആണ്. ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഇത് നമ്മുടെ അസീൽ കോഴിയാണ്. നമ്മൾ ഈ തമിഴ്നാട്ടിൽ പോര് കോഴി എന്നൊക്കെ പറയും നമ്മൾ കാണാലോ. ബാക്കിയുള്ളവരൊക്കെ നാടൻ കോഴികൾ. പിന്നെ ഇത് നാടനിൽ തന്നെ ഉള്ള നേക്കിഡ് നെക്ക് എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ ഫാം ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണ വീഡിയോ എന്താണെന്ന് അറിയോ, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മീൻ കുളം ഫുള്ള് അൽക്കുലത്ത് സീനാവണമെന്ന്. അപ്പോൾ അതിനൊരു റെമഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് ഹംദാൻ എന്ന് പറയുന്ന പെറ്റ് സ്റ്റുഡിയോ ആലപ്പുഴ എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത്, ഇൻസ്റ്റഗ്രാം ഫ്രണ്ടാണ്, യൂട്യൂബറാണ്. അപ്പോൾ അവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സൂര്യ വെളിച്ചം അധികം തട്ടുന്നത് കൊണ്ടാണ് പായൽ കൂടുതലായിട്ട് പിടിപെടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയില്ല. അപ്പോൾ ഇതേപോലെ ഗ്രീൻ നെറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ തന്നെ ശരിയാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം മാറ്റൽ ചടങ്ങ് തന്നെയാണ്. ഒരാഴ്ചയിൽ നിർബന്ധമായിട്ട് വെള്ളം മാറ്റിയിരിക്കണം. അത് ഒരു ഫാൾട്ടാണ്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു 10 ദിവസം കഴിഞ്ഞുള്ളൂ ഒരു മീൻ ചത്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതിൽ ഉണ്ട്. പിന്നെ നമ്മൾ ഈ നെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നോർമൽ നമ്മുടെ മുളയുണ്ടല്ലോ, മുള ഇതുണ്ടല്ലോ, നമ്മുടെ പഴയ മുളയും പട്ടികയും വെച്ചിട്ട് ജസ്റ്റ് ഫ്രെയിം അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നെറ്റാണ്. അന്ന് കണ്ട വെള്ളവും ഇന്ന് കണ്ട വെള്ളവും നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആണ് നമ്മുടെ മീൻകുട്ടികളെ കാണാമല്ലോ, കണ്ടില്ല? എല്ലാവരും ഹെൽത്തിയാണ്, പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. വെള്ളം മാറ്റുന്നത് വരെ വലിയ പ്രശ്നങ്ങളില്ല. നമ്മുടെ ഗോൾഡ് ഫിഷ് കണ്ടോ, ഈ 4 കാണുന്നത് ഗോൾഡ് ഫിഷ് ആണ്. ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അവരുടെ കൂടെ തന്നെ സെറ്റായി. ഇവൻ കണ്ടില്ല, ഇത്തിരി വലുതായിട്ടുണ്ട്, അവൻ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇവൻ എന്ന് പറയുന്നത് മോളിയാണ്, ഓറഞ്ച് മോളിയാണ്. ഇവൻ്റെ ഒരു അടിപൊളി കുട്ടിയുണ്ട്, കാണിച്ചു തരാം. അവിടെ ഓടി കളിക്കണ വേറൊരു കുട്ടി. പിന്നെ അവൻ ഇവർ ആളുകൾ പറഞ്ഞിരുന്നു കൂടുതലായിട്ട് ശക്കർ ഇട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാമെന്ന്. ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശക്കർ കാണാം. ഇത് നമ്മുടെ 1 ഇഞ്ച് വലുപ്പത്തിൽ 1.5 ഇഞ്ച് വലുപ്പത്തിൽ നമ്മൾ വാങ്ങിയ ശക്കറായിരുന്നു. അതിപ്പോൾ അത്യാവശ്യം ഇത്ര ഒരു കൈപ്പത്തിൻ്റെ നീളത്തിൽ വലുപ്പത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലുള്ള പ്രോബ്ലം. ബട്ട് സ്റ്റിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫിൽട്രേഷൻ പരിപാടികൾ എന്നുള്ളത്. അപ്പോൾ അത് ആർക്കെങ്കിലും എന്തെങ്കിലും ആഴ്ചയ്ക്ക് വെള്ളം മാറ്റാതെ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, ഫിൽറ്റർ ആണെങ്കിൽ കൂടെ ഏത് ഫിൽറ്ററാണ്, എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ടീംസിനെ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തപ്പോൾ തിന്നാൻ നിൽക്കുന്നവരാണ്. ഇത് നമ്മുടെ അസീൽ കോഴിയാണ്, കണ്ടില്ലേ? നമ്മൾ ഈ തമിഴ്നാട്ടിൽ പോര് കോഴി എന്നൊക്കെ പറയും. നമ്മൾ എന്താ പറയുക, പോര് കോഴി എന്നൊക്കെ പറയും. പോരിന് വിടുന്ന കോഴിയാണ്. ആടുകളെന്ന് പറയുന്ന ഫിലിമിൽ കൊത്തുന്ന കോഴിയില്ലേ, ആ കോഴിയാണിത്. ഇവൻ്റെ കൂടെ വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അവനെ പിടിച്ചു, വേറെ ഒരു കീരി പിടിച്ചിട്ട് ചത്തു. ഇവൻ അത്ര വീര്യമില്ല. ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭയങ്കര വീര്യക്കാരനായിരുന്നു, ഇപ്പോൾ അവൻ പോയി. ഇത് ഒരു കോഴി. പിന്നെ ഇതെന്ന് പറയുന്നത് ഫയോമിയാണ്, ഫയോമി കാണാലോ. ബാക്കിയുള്ളവരൊക്കെ നാടൻ കോഴികൾ. പിന്നെ ഇത് നാടനിൽ തന്നെ ഉള്ള നേക്കിഡ് നെക്ക് എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ താറാവ്. ഇവരുടെ അടിയിലൊരു ഗൂസ് ഉണ്ട്, ഗ്രൂസ്. ഓക്കെ. പിന്നെ നമ്മൾ കുറേ ആയില്ലേ നമ്മുടെ പ്രാവുകളെ കാണിച്ചു തന്നിട്ട്, പ്രാവുകളെയും കൂടെ കാണിച്ചു തരാം. അവർ അന്ന് പറഞ്ഞ ഫസ്റ്റ് എഗ്ഗിങ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുട്ടികളൊക്കെ വിളിച്ച് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ടീംസാണ്. പിന്നെ ഓക്കെ, അവർക്ക് നമ്മൾ ഫുഡ് കൊടുത്തിട്ടില്ല, കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.